പുനരുപയോഗ ഊർജോൽപാദനം വർദ്ധിപ്പിക്കാൻ ഒരുങ്ങി ഒമാൻ. കാറ്റാടി, സൗരോർജ്ജം എന്നിവയിൽ നിലവിൽ പുരോഗമിക്കുന്നതും വരാനിരിക്കുന്നതും വമ്പൻ പദ്ധതികളാണ്. 2030 പുനരുപയോഗ ഊർജത്തിന്റെ പങ്ക് 30% ഉയർത്തുകയാണ് നീക്കം. എണ്ണ ഇതര വരുമാനം വർദ്ധിപ്പിച്ച് സാമ്പത്തിക വൈവിധ്യവൽക്കരണത്തിനൊപ്പം രാജ്യത്തെ പരിസ്ഥിതി സൗഹൃദമാക്കുകയാണ് ലക്ഷ്യം. ഇബ്രി മനാസ് സൗരോർജ്ജ പദ്ധതികളും ദോഫാറിലെ കാറ്റാടി ഊർജ്ജ പദ്ധതിയുമടക്കം സമീപകാലങ്ങളിൽ രാജ്യത്ത് പുനരുപയോഗ ഊർജ്ജ മേഖല വേഗത്തിൽ വളരുന്നതിൻ്റെ ചുവടുപിടിച്ചാണ് നീക്കം. ഏകദേശം 1550 മെഗാവാട്ടാണ് ഇബ്രി, മന, ദോഫാർ എന്നിവിടങ്ങളിലെ പുനരുപയോഗ ഊർജ്ജ പദ്ധതികളുടെ ശേഷി. രാജ്യത്തെ മൊത്തം വൈദ്യുതി ഉൽപ്പാദനത്തിൻ്റെ ഏകദേശം 9.26% ഇതിലൂടെയാണ് ലഭിക്കുന്നത്. അതോടൊപ്പം ദേശീയ വൈദ്യുതി ഗ്രിഡിനെ ശക്തിപ്പെടുത്താനും ഈ പദ്ധതികൾ സഹായകമായിട്ടുണ്ട്. ഇവിടെ തുടർച്ചയായി പുതിയ പദ്ധതികളും പുരോഗമിക്കുന്നുണ്ട്. 100 മെഗാവാട്ട് ശേഷിയുള്ള ബാറ്ററി വൈദ്യുതി സംഭരണ സംവിധാനത്തോടെയുള്ള ഇബ്രി 3 പദ്ധതിയും ഇതിലുൾപ്പെടും. അതേസമയം ദോഫാർ, ജലാൽ ബാനി, ബുഅലി, കാറ്റാടി വൈദ്യുത പദ്ധതികൾ വികസന ഘട്ടത്തിലാണ്. 2027 മൂന്നാം പാദത്തിൽ പ്രവർത്തനം ആരംഭിക്കും. 2030 നടപ്പാക്കാൻ ലക്ഷ്യമിട്ടിരിക്കുന്ന പദ്ധതികളിൽ അൽ കാമിൽ, അൽ വാഫി, സിനാവ് എന്നിവിടങ്ങളിലെ സൗരോർജ്ജ പദ്ധതികളും മർസ സോളാർ പദ്ധതിയും ഉൾപ്പെടുന്നുണ്ട്. മീഡിയ 1, മസ്കത്ത്.